ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ആദർശ് നയനു ഓഫീസിലൊക്കെ പോയിട്ട് തിരികെ അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാണ്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാൻ കേട്ടോ ദേവയാനി. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് തന്റെ മരുമകളെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഹോളില് ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല പ്രസാദമുള്ള മുഖം, നല്ല പുഞ്ചിരിയുള്ള മുഖം. ഏതായാലും ഈ സമയത്താണ് നയനയും ആദർശും വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. അപ്പൊ അങ്ങനെ പുഞ്ചിരിക്ക് ഇരിക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനിയുടെ മുഖം അങ്ങോട്ട് വല്ലാണ്ടായിട്ടോ. എന്നിട്ട് ഇവരെ കണ്ടതും പെട്ടെന്ന് എണീറ്റിട്ട് എഴുന്നള്ളി വന്നല്ലോ. അല്ല, ഇവള് ഇന്ന് എന്തെങ്കിലും വന്നിട്ട് അവിടെ മല മറിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ആദർശ് പറഞ്ഞു, അതെന്തൊരു ചോദ്യം അമ്മ ചോദിക്കുന്നത്? ഇന്നിവള് വന്നിട്ട് അവിടെ കുറെ ഡിസൈൻ വരച്ചു, ഒരു 3-4 ഡിസൈൻ വരച്ചു. അതേതായാലും വിട്ടിട്ടുണ്ട് ഞാന്. പല കമ്പനികളും അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വിഷു നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി കൊണ്ടുപോകുന്ന തന്നെയാ എല്ലാവരും പറയുന്നത്. എല്ലാം കൊള്ളാം. എനിക്കുണ്ടല്ലോ വേറൊരു കാര്യം പറയാനുള്ളതേ. ലാസ്റ്റ് മൂർത്തീസ് ജ്വല്ലറിയുടെ അടുത്ത് തലപ്പൊക്കത്ത് വെച്ചിട്ട് ഇവളുണ്ടല്ലോ മുങ്ങിക്കളയരുതെന്നേ ഉള്ളൂ. അത് മാത്രം എനിക്ക് പറയാനുള്ളത്. ദേ, പിന്നെ ആദർശേ ഒരു സ്പേസ് ഇട്ട് നിന്നോണം. ഇവൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ അങ്ങോട്ട് പുകഴ്ത്തി പറയുകയും ഇവളെ നീ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയും ചെയ്താലേ ഇവള് നിനക്കിട്ട് പണി തരും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. നിവർത്തി കെട്ടിട്ടാ ഇവളെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. എനിക്ക് ഈ മോന്ത കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത് തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഞാന് പരമാവധി ശ്രമിച്ചേനെ മൂർത്തീസ് ജ്വല്ലറിയുടെ പട്ടി പോലും ഇവളെ കൊണ്ട് ചവിട്ടിപ്പിക്കാതിരിക്കാന്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് കാണാൻ വയ്യ ഇവളുടെ ഈ മോന്ത. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വിട്ടത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ആ സമയത്ത് വന്നു കേട്ടോ. അപ്പം ജാനകി പറയൂ ആദർശിനോട്, ഏതായാലും ഇനിയിപ്പം വലിയ പൊസിഷനിലൊക്കെ എത്തുമ്പോഴത്തേക്കും ആദർശേ നിന്നെ ഇട്ടിട്ടും മൂർത്തീസ് ജ്വല്ലറി ഇട്ടിട്ടും വേറെ ആരെങ്കിലും വലിയ ഓഫറുകളൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ചിലപ്പോ പോവുമായിരിക്കും. അതിനാ ചാൻസ് കൂടുതല്. എന്ത് ചെയ്യാനാ, ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചു അല്ലേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ വിചാരിക്കാണ് കേട്ടോ. എടി, നിന്റെ കെട്ടിയവനെ നീ ഇട്ടിട്ട് പോയാലും എന്റെ മോനെ ഇട്ടിട്ട് പോവില്ലടി. അവളുടെ ഭർത്താവിനോട് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉണ്ടടി എന്നിങ്ങനെ ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ചിന്തിച്ചു നമ്മുടെ ദേവേനി. അപ്പോഴത്തേക്കും ജാനകി ചോദിച്ചു, അല്ല എന്താ ഏടത്തി ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? എനിക്ക് ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. അത് തന്നെ. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു പോയി കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോ ആദർശ് ചോദിച്ചാ, അയ്യോ അമ്മ അപ്പം അടുക്കള കയറിയോ എന്ന്. അപ്പം ജാനകി പറഞ്ഞു, അമ്മ മാത്രമല്ല ഇവിടെ ചിലവര് പോയത് എന്തുദ്ദേശിച്ചിട്ടാന്നേ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അടുക്കളയിൽ കയറാൻ പറ്റില്ല. ഞങ്ങളെല്ലാം പണിയെടുത്ത് അവളുടെ വേലക്കാരിയായിട്ട് ദാസികളായിട്ട് നിൽക്കണം. അതിനുവേണ്ടിയല്ലേ. പിന്നെ എങ്ങനെ അടുക്കളയിൽ കയറാതിരിക്കും? ഞാനും ജലജയും അതുപോലെ തന്നെ ഏടത്തിയൊക്കെ അടുക്കളയിൽ കയറി കഷ്ടപ്പെടുകയല്ലേ. അപ്പം പെട്ടെന്ന് ആദർശിന് വിഷമമായിട്ടോ. ആദർശ് പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, അമ്മയ്ക്കൊരു ജോലിക്കാരിനെ വെച്ച് തരാന്ന്. ഇതിപ്പോ എന്തിനാ അമ്മ, ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി? അമ്മയ്ക്കൊന്നത് വയ്യല്ലോ. എനിക്കിപ്പോ തൽക്കാലം പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി പോയി ചെന്ന് വെട്ടി വിഴുങ്ങാൻ പറ നിന്റെ കിട്ടികളോട്, അല്ലാതെ പിന്നെ എന്നും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് കയറിപ്പോയി. നമ്മുടെ ജാനകി അങ്ങ് കയറിപ്പോയി കേട്ടോ. ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നയന നിൽക്കുകയാണ്. നയനക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വല്ലാണ്ടായി. അപ്പൊ ആദർശ് പറഞ്ഞു, ദേ നീ ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇത് കേട്ട് വിഷമിക്കുന്നൊന്നുമില്ല ആദർശേട്ടാ, എങ്കിലും എനിക്ക് എന്തോ പോലെ തോന്നുക. ഒന്നും പോലെ നിനക്ക് തോന്നണ്ട. നീ നല്ല ടയേർഡല്ലേ, നീ ചെന്ന് ഫ്രഷ് ആകാം. ഏതായാലും അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരം നമുക്ക് കഴിക്കാമല്ലോ. ദേ നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് നല്ല ടേസ്റ്റ് അല്ലായിരുന്നോ? അതിനേക്കാളും നല്ല ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന ഇതുപോലെ ഉള്ള സ്നാക്സിനൊക്കെ എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദുവിനെയും അതുപോലെ അനിയാണ്. രണ്ടുപേരും കൂടെ ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫി കുടിക്കുകയാണ്. ബേക്കറിയിലോ ഷോപ്പിൽ അങ്ങാണ്ടിരുന്നാണ് ഇവര് കൂൾ ഡ്രിങ്ക്സോ കോഫി അങ്ങാണ്ട് കുടിക്കുകയാണ്. അപ്പൊ എന്തേലും കുടിക്കട്ടെ. അപ്പം കുടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ചേച്ചി ഇപ്പൊ ഓഫീസിൽ പോകാൻ തുടങ്ങിയല്ലോ, ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അനി. ഏതായാലും അത് നടന്നല്ലോ, അത് നല്ല കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുകയാണ്, തനിക്ക് എന്തുകൊണ്ട് ഇനിയിപ്പം നയനടുത്ത് ജോലി ചെയ്യുന്ന ഓഫീസിൽ എന്തെങ്കിലും പോസ്റ്റ് എടുത്തുകൂടാ? ആദർശേട്ടൻ പലതവണ നിന്നോട് പറഞ്ഞതാണല്ലോ, നീ എന്തിനാ ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന നടക്കുന്നത്? ഒരു സ്ഥിര വരുമാന മാർഗം ആവില്ലേ നിനക്ക്? നീ വേറെ ഒരു ബ്രാഞ്ചിലും പോകണ്ട, നിന്റെ ചേച്ചിയുള്ള സ്ഥലത്ത് നിനക്ക് പോകാലോ.
പോ ഇനിയൊന്ന് എനിക്ക് SI സെലക്ഷൻ ഒന്ന് കിട്ടട്ടെ. എനിക്ക് SI സെലക്ഷൻ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുക. എന്നിട്ട് എനിക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. SI സെലക്ഷൻ പാസ്സായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് IPS എടുക്കണം. അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ. സത്യം പറഞ്ഞാലും നന്ദു, എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫീൽഡാ ഈ ഒരു പോലീസ് എന്നൊക്കെ പറയുന്നത്. അതിന് എന്റെ ആഗ്രഹമല്ലേ അനി ഞാൻ സഫലമാക്കേണ്ടത്? അനിയുടെ ആഗ്രഹമാണോ ഞാൻ സഫലമാക്കേണ്ടത്? എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ കരാട്ടയും കളരിപ്പയറ്റും ഒക്കെ പഠിക്കാൻ പോയപ്പോൾ തന്നെ എന്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, പോലീസ് എന്ന്. ആ പോലീസുകാരെ കാണുമ്പോൾ എനിക്കൊരു ബഹുമാനമാ. അറിയാം, അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പം പോലീസുകാരുടെ ഒരു കരുത്തും ഒരു ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പം നീ പോലീസ് സ്റ്റേഷനിൽ ഒരു SIയും കൂടി ആയി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മര്യാദ പഠിക്കുമല്ലോ ഈ നാട് എന്നിങ്ങനെ പറഞ്ഞപ്പം ഈ നാട് മര്യാദ പഠിപ്പിക്കണമല്ലോ, ഈ നാട്ടിലുള്ളവരെയും മര്യാദ പഠിപ്പിക്കണമല്ലോ, അതാ എന്റെ ഉദ്ദേശം എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, നന്ദു, നിന്റെ ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോ. പക്ഷേ ഉണ്ടല്ലോ, എന്റെ ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരു അന്തോ ഒരു കുന്തോ ഇല്ലാത്തത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. നന്ദു, നിന്നെ പോലെ ഇപ്പം സ്വപ്നമൊന്നുമില്ല. നേരം വെളുക്കുന്നു, എങ്ങനെയെങ്കിലും തള്ളി നീക്കി പോകുന്നു, രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു, ഇതൊക്കെ തന്നെ. ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അറിയാലോ അനാമികയുടെ കാര്യം. അതല്ല അനി, ഞാനൊരു കാര്യം പറയട്ടെ. നീ അനാമികയെ സ്നേഹിച്ചു തുടങ്ങുക. പതിയെ സ്നേഹിച്ചു തുടങ്ങുമ്പം അനാമിക മാറിക്കോളൂ. അനാമിക ഞാൻ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാറിക്കോളൂ എന്നല്ലേ? അവൾക്കാകെ ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ, അനന്തപുരി തറവാട്ടിലെ സ്വത്തും പണവും പ്രസക്തിയും. അതൊക്കെ അവൾക്ക് വേണ്ടത്, അല്ലാതെ അവൾക്ക് ഒരു ഭർത്താവിനെ അല്ല വേണ്ടത്. അവളുടെ കൂടെ ജീവിക്കുമ്പോഴേ എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ ശ്വാസം മുട്ടി തിങ്ങി ഞെരിഞ്ഞ ഞാൻ അവളുടെ കൂടെ ജീവിക്കുന്നത്. ആ ജീവിതം എനിക്ക് ഒരിക്കലും സന്തോഷവും സമാധാനവും തരുന്നില്ല നന്ദു. ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ട് തന്നെയാ ആദ്യ വിവാഹത്തിലേക്ക് കടന്നത്. പക്ഷെ പതിയെ എനിക്ക് മനസ്സിലായപ്പം ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാനൊക്കെ ഞാൻ നോക്കിയതാ. പിന്നെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയായി പോയി എന്റെ ജീവിതം. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാനുണ്ട് ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് വല്ലാതെ വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ജോത്സ്യം പറഞ്ഞ വേറെ ഒന്നുമല്ല, എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നന്ദു അനിയെ കെട്ടിയിരിക്കും, അനി നന്ദുവിനെ കെട്ടിയിരിക്കും എന്നൊരു പ്രവചനം നമ്മുടെ ജോത്സ്യം പറഞ്ഞല്ലോ. അപ്പൊ അതിങ്ങനെ ഓർത്തിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മുഖത്തിന്റെ ആ ഒരു ഭാവം മാറിയപ്പോഴത്തേക്കും അനി ചോദിച്ചു, എന്താ പറ്റിയത്? ഹേയ്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചതാ. ഏതായാലും അനി എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കുക, അങ്ങനെ ശ്രമിക്കുക. ഒരിക്കലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്റെ വീട്ടുകാർ കാരണം മാത്രമാണ് ഞാൻ അവളെ ഉപേക്ഷിക്കാതെ നിൽക്കുന്നത്. ചിലപ്പം ഉടനെ തന്നെ അനന്തപുരി തറവാട്ടിൽ ആദ്യത്തെ ഡൈവേഴ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്. അത് എന്റെയും അനാമികയുടെ ആയിരിക്കും. അങ്ങനെ ഒരു ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥാനത്ത്, അനാമികയുടെ സ്ഥാനത്ത് വേറെ ആരെയും സങ്കല്പിക്കില്ല. പക്ഷെ നന്ദു, നീ അങ്ങോട്ടേക്ക് വരണം എന്നിങ്ങനെ പറയൂ. ഒരൊറ്റ നിമിഷം കൊണ്ട് എന്താ പറയാ, ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയിട്ട് നമ്മുടെ നന്ദുവിന്. എന്തു പറയണം, എന്തു പ്രതികരിക്കണം എന്ന് നന്ദുവിന് അറിയില്ല. നന്ദു പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന എന്തിനാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എന്ന് പറഞ്ഞപ്പോ ഇതിനെക്കുറിച്ചല്ലാതെ എനിക്ക് ഇനിയിപ്പോ വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പോഴേക്കും നമ്മുടെ നന്ദുവും പറയാണ് കേട്ടോ, എനിക്ക് സത്യം പറഞ്ഞ അനീനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു നിരാശയും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനിയും പറയുന്നുണ്ട്, അത് തന്നെ എനിക്കും പറയാനുള്ളത്. നന്ദു, നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു നിരാശയും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ സ്നേഹം, ആ സ്നേഹം ഞാൻ നിനക്ക് മാത്രം വേണ്ടി മാറ്റിവെച്ചതാ. അത് മറ്റാർക്ക് കൊടുക്കാനും എന്റെ മനസ്സ് തയ്യാറാവുന്നില്ല. അതിന് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതിനെനിക്ക് കഴിയുന്നെന്ന് തോന്നുന്നില്ല ഈ ജന്മം. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് എന്തോ പോലെ ആയിട്ടോ. അപ്പൊ നന്ദു പറഞ്ഞു, ഏതായാലും ഞാൻ പോവാ, ഇനിയിപ്പോ കൂടുതൽ സമയം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അനി ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അനിയെയും വീട്ടിൽ പറഞ്ഞു വിടുകയാണ് കേട്ടോ നമ്മുടെ നന്ദു. ഏതായാലും രണ്ടുപേരുടെയും മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു സംഭാഷണത്തിലൂടെ മനസ്സിലാകാൻ സാധിക്കും കേട്ടോ. അപ്പൊ നന്ദുവിനാണെങ്കിലും അനിയെ കിട്ടിയാൽ കൊള്ളാന്ന് തന്നെയാണ് നന്ദുവിനും ഉള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ നവ്യ ഇങ്ങനെ ഏത്തക്കാപ്പോളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത്തക്കാപ്പോ ഇല്ലേ നമ്മുടെ ദേവയാനി ഉണ്ടാക്കിയ, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് നയന വരിക. അപ്പം ഏത്തക്കാപ്പോളി കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു, വാവ്, എന്താ ടേസ്റ്റ്, നിന്റെ അമ്മായിയമ്മ ഉണ്ടാക്കി ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്ന് പറയുമ്പം, അതെ, ഞാനും വയറ് നിറയെ കഴിച്ചു, അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടോ? അപ്പം നമ്മുടെ നയന പറയാണ്, എന്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നാ തോന്നുന്നത്. പതിയെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം, അത് വെറുതെയാ. നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. ഏത് നേരവും നിന്റെ കുറ്റവും കുറവും കണ്ടെത്തി അത് പറയാൻ മാത്രമേ ആ സ്ത്രീക്ക് സമയമുള്ളൂ. ഇവിടെ എന്നോടും ഇന്ന് നിന്റെ കുറെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞതാ.
പിന്നെ ഞാൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയല്ലല്ലോ, കുറ്റം പറയാൻ കൂടുമല്ലോ. അതുകൊണ്ട് നയനെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പിന്നെ നിനക്ക് ഒന്നുകൊണ്ട് സന്തോഷിക്കാം, ആദർശേട്ടൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. ആദർശേട്ടൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അത് തന്നെ വലിയ ആശ്വാസം. ആ സ്ത്രീക്ക് ആദർശേട്ടനോട് മാത്രമേ സ്നേഹമുള്ളൂ. ആദർശേട്ടൻ വിഷമിക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ നിന്നെ സ്നേഹിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നതല്ല, സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നത്. ഏതായാലും അത് നന്നായി. അതുകൊണ്ടാണല്ലോ നിനക്കിപ്പോ ഓഫീസിൽ പോകാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോട്ടെ, അത് തന്നെ ആയിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യയുടെ കാര്യം കുറച്ച് കഷ്ടത്തിൽ തന്നെയാണല്ലോ. അപ്പം നവ്യ പറയുന്നുണ്ട്, പിന്നെ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അത് തട്ടിമുട്ടി അങ്ങ് പോവുക. ഈ കുഞ്ഞ ഇനി ആകെയുള്ള എന്റെ പ്രതീക്ഷ. അവന്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവന്റെ സ്വഭാവം മാറണമെങ്കിലേ അവന്റെ അമ്മ മരിക്കണം. അവന്റെ അമ്മ മരിക്കാതെ ഒരിക്കലും നയനെ അവന്റെ സ്വഭാവം മാറില്ല എന്ന് പറയുമ്പോൾ നയന പറയാ, ഇല്ല, ഒരു ദിവസം മാറും, നോക്കിക്കോ, ഒരു ദിവസം ആ സ്വഭാവം മാറിയിരിക്കും. ഈ കുഞ്ഞൊക്കെ ഉണ്ടാകട്ടെ, ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നതോടെ പല കുടുംബത്തിലെയും സമാധാനം തിരിച്ചു വരും എന്നൊക്കെ കേട്ടിട്ടില്ലേ. ചിലപ്പം ഈ കുഞ്ഞായിരിക്കും നിന്റെയും അഭിയുടെയും രാശി. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ ചിലപ്പം എല്ലാം നല്ലതുപോലെ തന്നെ ഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ നവ്യനെ ഇങ്ങനെ നയനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അനിയെ ദേവയാനി ഭയങ്കര ഉപദേശമാണ് കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ദേവയാനി ഇരിക്കുമ്പോഴത്തേക്കും അനാമിക കടന്നു വരികയാണ്. അപ്പൊ ദേവയാനി ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി കല്യാണ വീഡിയോ കണ്ടോണ്ടിരിക്കുക. അന്ന് കല്യാണം കാണാൻ പറ്റിയില്ലല്ലോ ദേവയാനിക്ക്, ആദർശ നയനയും തമ്മിലുള്ള. അപ്പൊ അതിങ്ങനെ ഫോണിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അനാമിക കലിച്ചുതുള്ളി വരിക. അനാമിക വന്നിട്ട് പറഞ്ഞു, വല്യമ്മ, എനിക്കിവിടെ ഒട്ടും താല്പര്യമില്ല വല്യമ്മ, ഞാൻ പോകാൻ പോവാ, എനിക്കിവിടെ നിൽക്കാനേ തോന്നുന്നില്ല. അതെന്താണ് മോളെ മോക്ക് ഇപ്പം പെട്ടെന്ന് പോകാൻ തോന്നുന്നത്? അത് വേറെ ഒന്നുമല്ല വല്യമ്മേ, എന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്നെ അനി സ്നേഹിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കണം? എനിക്ക് ശ്വാസം മുട്ടുക എന്ന് പറഞ്ഞപ്പം, മോള് പതിയെ പതിയെ അനിയെ സ്നേഹിച്ചു തുടങ്ങും. നീ എന്തെങ്കിലും പറയുമ്പം തറുതല പറയാതെ തർക്കുത്തരം പറയാതെ സ്നേഹിച്ചു തുടങ്ങുക. അവള് കണ്ടില്ലേ ആ നയന എന്റെ ആദർശ് മോനെ കയ്യിലെടുത്തത് എങ്ങനെയാണെന്ന്, അതുപോലെ വേണം അനിയെ മോള് കയ്യിലെടുക്കാന്. അങ്ങനെ കയ്യിലെടുക്കാൻ അത്രയ്ക്ക് ചീപ്പല്ല വല്യമ്മേ ഞാന്. എനിക്ക് അതുപോലെ അളിഞ്ഞു കയറാനൊന്നും അറിയില്ല. എനിക്ക് എന്റേതായ കുറച്ച് സ്റ്റാറ്റസുകളുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനാ അളിഞ്ഞു കയറുന്നത്? അവൾ അളിഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇറങ്ങിപ്പോയാൽ താമസിക്കാൻ ഒരിടയില്ല. അതുകൊണ്ട് തന്നെയാ ഇവിടെ നിന്ന് അവൾക്ക് സ്വർഗം പിടിച്ചടക്കിയ പോലെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും എന്റെ അച്ഛനും അമ്മയും എനിക്കും ഇതിനേക്കാളും വലിയൊരു ലോകം തുറന്നു തരും. പിന്നെ എന്തിനാ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ മടുത്തു. എന്റെ ജീവിതം അത് ഓർക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് കയറി വരുമ്പം ഇവിടെയുള്ള ഓരോരുത്തരെ സ്നേഹിക്കണം, പരിഗണിക്കണം, എന്റെ സ്വന്തം കുടുംബമായിട്ട് കാണണം. സത്യമായിട്ടും സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല, ഇവിടെ എല്ലാ അംഗങ്ങളെയും എനിക്ക് സ്നേഹിക്കണം, ഒരു നല്ല ഭാര്യയാകണമെന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അതൊക്കെ സ്പോയിലായി പോയില്ലേ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ മോള് സമാധാനമായിട്ടിരിക്കുക. മോക്ക് അനിയെ ഭർത്താവായിട്ട് കിട്ടിയാ പോരെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയാണ്. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അനിയെ കാണാൻ വേണ്ടി ദേവയാനി ചെല്ലുകയും അങ്ങനെ അനിയോട് ദേവയാനി പറയാണ്, മോനെ നിന്റെ ഉദ്ദേശം എന്താ? മോൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? മോന്റെ ജീവിതം ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഈ വല്യമ്മയ്ക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയാമോ? എന്റെ ആദർശ് മോനെ പോലെ തന്നെയല്ലേ ഞാൻ നിന്നെയും കണ്ടത്. ആ സ്ഥിതിക്ക് മോൻ എന്തിനാ ഇങ്ങനെ മോന്റെ ജീവിതം കളയുന്നത്? അനാമികയെ സ്നേഹിച്ച് അനാമികയെ ഭാര്യയായി അംഗീകരിച്ച് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കത്തില്ലേ? അതല്ലേ ഞങ്ങളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അത് മാത്രം കണ്ടാൽ മതി. അനി മോന്റെ ജീവിതം മോനായിട്ട് തന്നെ കളയരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു, പറയുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഇത് പറയാം, പക്ഷെ ആ വിഷവിത്തിനെ ഉണ്ടല്ലോ സഹിക്കുന്ന എന്നെ സമ്മതിക്കണം. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക? രാത്രിയെന്നോ പകലെന്നോ അവളുടെ മുഖം കാണുമ്പം എനിക്ക് എന്തൊരു വീർപ്പുമുട്ടലാന്നറിയാമോ? അവളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ സഹി കെട്ടു. ഞാൻ മടുത്തു. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. സത്യം പറയാലോ, ഈ വിവാഹത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആദർശനോട് ഞാനത് പറഞ്ഞതാ, പക്ഷെ അവരാരും സമ്മതിച്ചില്ല. മുത്തച്ഛനും അറിയായിരുന്നു, പക്ഷെ അവരാരും സമ്മതിച്ചില്ല. മോനെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. മോനൊന്ന് ഓർത്തു നോക്കിക്കേ. ഈ പറയുന്ന ആദർശിന് നയനെ ഇഷ്ടമായിരുന്നോ? നയനയും ആദർശനും തമ്മില് കീരിയും പാമ്പും പോലെ അല്ലായിരുന്നോ? എന്നെങ്കിലും അവർ ഒരു ദിവസം ഒന്നിക്കുന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. അങ്ങനെ കരുതിയിരുന്നോ? ഇപ്പൊ ഏതായാലും അവരൊന്നിച്ചു. അതുപോലെ നിങ്ങൾ ഒരു ദിവസം ഒന്നിക്കും. അങ്ങനെ ഒന്നിച്ചതിനൊരു കാരണമുണ്ട്. ആദർശേട്ടന് നയനേടത്തിയോട് സ്നേഹമില്ലായിരുന്നു, ശത്രുവായിരുന്നു നയനേടത്തി ആദർശേട്ടന്റെ. പക്ഷെ അങ്ങനെയല്ല, നയനേടത്തി ആദർശേട്ടനെ അപ്പോഴും സ്നേഹിക്കുന്നുണ്ടായിരുന്നു, മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ താങ്ങും തണലുമായിട്ട് ഈ കുടുംബത്തിന്റെ കൂടെ എല്ലാ പ്രശ്നങ്ങളിലും പിടിച്ചു നിന്നു. അതുപോലെ അല്ല അനാമിക. അവൾക്ക് അതുപോലെ ആകാൻ കഴിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, പറ്റില്ല, എനിക്ക് അനാമികമായിട്ടുള്ള ജീവിതം അത് ഞാൻ മടുത്തു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, മോളെ ഇനിയിപ്പോ അവള് ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ വീട്ടിലുള്ള എല്ലാവർക്കും വിഷമാകും, പ്രത്യേകിച്ച് എനിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, അവൾ ഒരിക്കലും വീട് വിട്ടു പോകാൻ പാടില്ല അനാമിക. അതുകൊണ്ട് മോൾ എങ്ങനെയെങ്കിലും അവളെ അവളെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലജേനെ അഭിയാനുമാണ്. അപ്പൊ അഭി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ജലജ ചോദിക്കുക, നീ എങ്ങോട്ടാ ഈ പോകുന്നത്? കെട്ടി ഒരുങ്ങി. നിന്റെ പോക്കൊക്കെ എനിക്കറിയാം. നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങാനായിരിക്കൂലേ? അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ നിനക്ക് ഇച്ചിരി കറക്കം കൂടുതലാ. അത് പിന്നെ ഞാൻ കറങ്ങാനൊന്നും അല്ലമ്മേ പോകുന്നത്. പിന്നെ അതൊക്കെ എന്തും ഏതും ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ പോയ കാര്യങ്ങളൊന്നും ശരിയാവില്ല. 5 പൈസ എടുക്കാനല്ല നമ്മുടെ കയ്യില്. ഇവരുടെ ഒരു ഔദാര്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എടുക്കാന്? ഏതായാലും ഒരു പെണ്ണിനെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് പൈസ തട്ടാം. ഏത് പെണ്ണിനെ സംഘടിപ്പിച്ചാല് അമ്മ എന്തോന്നായി പറയുന്നത്? അത് പിന്നെ ദേവയാനിക്കില്ലേ ആ ഇവക്ക് കരള് കൊടുത്ത ആ മറ്റവളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ 50 ലക്ഷം രൂപയുണ്ടല്ലോ, അത് ഇതുവരെ മാറിയിട്ടില്ല. അത് മാറാനാന്നും പറഞ്ഞ് ആ 50 ലക്ഷം രൂപ നമുക്ക് തട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനെവിടെയെന്നും പറഞ്ഞ് അവളെ പോയി കണ്ടുപിടിക്കുന്നത്? അതിനിപ്പോ അവള് വേണമെന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതാണ് എന്റെ ഏടത്തിക്ക് കരള് തന്ന പെണ്ണ എന്നങ്ങ് പറയാം. അതിന് വല്യച്ഛനും വല്യമ്മയ്ക്കെന്നല്ല, വല്യച്ഛനും ആദർശേട്ടനും മുത്തശ്ശിനും ഒക്കെ ആ പെണ്ണിനെ അറിയാലോ. അവർക്കല്ലേ അതിനെ അറിയത്തുള്ളൂ, അല്ലാതെ എന്റെ ഏടത്തിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ഇതാണ് കരള് തന്ന പെണ്ണ് എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അഭിയും പറഞ്ഞു, അതൊരു കണക്കിന് നല്ലത് തന്നെയാ. പക്ഷെ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ആവില്ല. നമ്മുടെ കയ്യിൽ ഇനി ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു തട്ടിപ്പുകളൊക്കെ ഉള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നിലയും വിലയും ഇല്ല, അറിയാലോ. ഇനിയിപ്പം ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിൽ എഴുതി തരുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടാനുള്ളത് നമുക്ക് തട്ടിച്ചും വെട്ടിച്ചും എടുക്കുക ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാട്ടോ വരാനിരിക്കുന്നത്. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം ഇതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വൈകിട്ട് നമ്മൾ ഇനി 1 വീക്കെൻഡ് പ്രമോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.